സ്നോ വൈറ്റും കുള്ളന്മാരും ഭാഗം 3. അതിനായി അവർ കൂടുതൽ വീര്യമുള്ള വിഷം കലക്കിയെടുത്തു. ഒരു ആപ്പിൾ എടുത്ത് അതിൻ്റെ പകുതി ഭാഗം മാത്രം വിഷത്തിൽ മുക്കി. എന്നിട്ട് കുള്ളന്മാരുടെ കുടിലിലേക്ക് പോകാനുള്ള അവസരത്തിനായി കാത്തുനിന്നു. ഒരു ദിവസം രാജ്ഞി പഴക്കച്ചവടക്കാരിയായി വേഷം മാറി കാട്ടിലേക്ക് തിരിച്ചു. അവളുടെ കയ്യിൽ ഒരു കൂട നിറയെ ആപ്പിൾ ഉണ്ടായിരുന്നു. ആപ്പിൾ വേണോ? ആപ്പിൾ, പഴുത്ത ആപ്പിൾ, ചുവന്ന ആപ്പിൾ. കുടിലിനരികെ എത്തിയപ്പോഴേക്കും അവർ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി, ആപ്പിൾ വേണോ? ആപ്പിൾ. സ്നോ വൈറ്റ് അത് കേട്ടു. പക്ഷേ അവൾ കതക് തുറന്നില്ല. കുള്ളന്മാരുടെ മുന്നറിയിപ്പ് അവൾ ഓർത്തു. എങ്കിലും അതൊന്ന് കാണാനുള്ള പ്രലോഭനം അവൾക്ക് അടക്കാനായില്ല. ജനലിലൂടെ അവൾ തല പുറത്തേക്കിട്ടു. ആപ്പിൾ കണ്ടപ്പോൾ അത് തിന്നണമെന്നവൾക്ക് ആഗ്രഹമുണ്ടായി. ആപ്പിൾ തിന്നിട്ട് നാളുകളേറെ കഴിഞ്ഞിരുന്നു. എന്നിട്ടും അവൾ ആ പഴക്കച്ചവടക്കാരിയോട് ഒന്നും പറഞ്ഞില്ല. രാജ്ഞി അവളെ കണ്ടു. അവർ സ്നോ വൈറ്റിനോട് സംസാരിക്കാൻ തുടങ്ങി. നീ എന്താ ഇത്ര വിളറി വെളുത്തിരിക്കുന്നത്? കാട്ടിൽ നല്ല ഭക്ഷണമൊന്നും കിട്ടാഞ്ഞിട്ടായിരിക്കും. ദാ എൻ്റെ കയ്യിൽ നല്ല ആപ്പിളുകളുണ്ട്, എടുത്തോളൂ, എടുത്ത് തിന്നോളൂ. സ്നോ വൈറ്റ് ആപ്പിൾ എടുക്കാൻ വിസമ്മതിച്ചു. അപരിചിതരുടെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങരുതെന്ന് എൻ്റെ ചങ്ങാതിമാർ പറഞ്ഞിട്ടുണ്ട്. എനിക്കവരെ വളരെ വിശ്വാസമാ. അത് ശരി തന്നെ കുട്ടി, ഈ ആപ്പിൾ നല്ല മധുരമുള്ളതാണ്. തിന്നുന്നത് കൊണ്ട് ഒരു ദോഷവും വരാനുമില്ല. നോക്ക്, ഒന്ന് കടിച്ചു നോക്ക്. അങ്ങനെ പറഞ്ഞിട്ട് അവർ വിഷം പുരട്ടിയ ആപ്പിൾ എടുത്ത് അതിൻ്റെ വിഷമില്ലാത്ത ഭാഗം കടിച്ചു തിന്നു. സ്നോ വൈറ്റിന് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൾ ജനലിലൂടെ കൈനീട്ടി ആപ്പിൾ വാങ്ങി. അതിൽ ഒന്ന് കടിച്ചതേയുള്ളൂ. അപ്പോഴേക്കും അവൾ മരിച്ചു വീണു. കൗശലക്കാരിയും ദുഷ്ടയുമായ രാജ്ഞി സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. സന്ധ്യയായി. കുള്ളന്മാർ വീട്ടിൽ മടങ്ങിയെത്തി. സ്നോ വൈറ്റ് നിലത്ത് വീണ് കിടക്കുന്നത് അവർ കണ്ടു. മയങ്ങിക്കിടക്കുന്നതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ അവർ ഏറെ പരിശ്രമിച്ചു. രാത്രി മുഴുവൻ അവർ അവളെ നോക്കിക്കൊണ്ടിരുന്നു. ഉണരാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ലക്ഷണവും അവൾ കാണിച്ചില്ല. അവൾ മരിച്ചു കഴിഞ്ഞുവെന്ന് അവർക്കുറപ്പായി. അവർ സ്നോ വൈറ്റിന് ചുറ്റുമിരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങി. അവരുടെ കരച്ചിൽ കേട്ട് മൃഗങ്ങളും പക്ഷികളും അവിടെ തടിച്ചുകൂടി. അവയും കണ്ണീർ വാർത്തു. അവളെ രക്ഷിക്കുന്നതിനായി അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒടുവിൽ അവളെ അടക്കം ചെയ്യാൻ അവർ തീരുമാനിച്ചു. ആ സുന്ദരിയായ പെൺകുട്ടി ഇരുട്ട് പിടിച്ച മണ്ണിനടിയിൽ കിടക്കുന്നത് ഓർക്കാനും സഹിക്കാനും കഴിയാത്തതിനാൽ അവരവളെ കണ്ണാടി പെട്ടിക്കുള്ളിലാണ് അടക്കം ചെയ്തത്. ആ വനത്തിലെ മനോഹരമായ കുന്നിൻ മുകളിലേക്ക് അവർ ആ പെട്ടിയുമായി നടന്നു കയറി. പെട്ടി താഴെ വെച്ചിട്ട് അവർ അതിനു ചുറ്റും ഭംഗിയുള്ള ഒരു പൂന്തോട്ടമുണ്ടാക്കി. എന്നിട്ട് വേദന തിങ്ങും ഹൃദയവുമായി തങ്ങളുടെ കുടിലിലേക്ക് അവർ മടങ്ങി. കിളികളും മൃഗങ്ങളും പൂക്കളെടുത്ത് അവളുടെ ശവപ്പെട്ടി അലങ്കരിച്ചു. മരിച്ചു കഴിഞ്ഞിട്ടും അതിമനോഹരിയായി തന്നെ അവൾ കാണപ്പെട്ടു. ചുറ്റുവട്ടത്തുള്ള ജീവികളെല്ലാം അവൾക്ക് പ്രണാമം അർപ്പിച്ചു. ഇതിനിടയിൽ രാജ്ഞി കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. അവർ കണ്ണാടിയോട് ചോദിച്ചു, കണ്ണാടി, നീലക്കണ്ണാടി, കണ്ണാടി, മുഖക്കണ്ണാടി, ചുവരിൽ തൂങ്ങും കണ്ണാടി, എന്നോട് ചൊല്ലൂ, വേഗം ചൊല്ലൂ, ഈ രാജ്യത്തെ സുന്ദര നാരി ആരാരെന്ന് ചൊല്ലുക നീ. മാന്ത്രിക കണ്ണാടി മറുപടി പറഞ്ഞു, എന്നോട് റാണി, സൗന്ദര്യ റാണി, ഞാനതൊന്ന് പറഞ്ഞോട്ടെ. എന്നെന്നും ഞാൻ സത്യം ചൊല്ലും, കള്ളമൊരിക്കലും പറയില്ല. ലോകത്തിൽ വച്ചേറ്റവും സുന്ദരി അവിടുന്നാണ് മഹാറാണി. അത് കേൾക്കെ രാജ്ഞിക്ക് വലിയ സന്തോഷമായി. ഓ, അവസാനം എനിക്ക് സമാധാനം കിട്ടി, രാജ്ഞി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അവർ സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിച്ചു. വിജയാഹ്ലാദം പങ്കുവെക്കുന്നതിന് തൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി വിഭവസമൃദ്ധമായ ഒരു വിരുന്നും നൽകി. മാസങ്ങൾ കടന്നുപോയി. സ്നോ വൈറ്റ് തൻ്റെ കണ്ണാടിപ്പെട്ടിക്കുള്ളിൽ ഉറങ്ങിയതുപോലെ തന്നെ കിടന്നു. ഒരു നാൾ സുന്ദരനായ ഒരു രാജകുമാരൻ ആ കാട്ടിൽ വരാനിടയായി. അതുവഴി കടന്നു പോകുമ്പോൾ കണ്ണാടിയിൽ സൂര്യരശ്മി തട്ടിത്തിളങ്ങുന്നത് കുമാരൻ കണ്ടു. അയാൾ കുതിരപ്പുറത്തു നിന്നിറങ്ങി. അതെന്താണെന്നറിയാനായി കുന്നിൻ മുകളിലേക്ക് കയറി. അവിടെ കണ്ട മനോഹരമായ പൂന്തോട്ടം കുമാരനെ ഏറെ ആകർഷിച്ചു. അവിടെ ഇരുന്ന് വിശ്രമിക്കാമെന്നയാൾ തീർച്ചയാക്കിയിട്ട് അതിനുള്ളിലേക്ക് കടന്നു. പെട്ടെന്ന് ഒരു കണ്ണാടിപ്പെട്ടി അയാളുടെ കണ്ണിൽപ്പെട്ടു. അതെന്താണെന്നറിയാൻ അയാൾ അതിനടുത്തേക്ക് ചെന്ന് അതിലേക്ക് എത്തി നോക്കി. മനോഹരിയായ ഒരു പെൺകുട്ടി അതിനുള്ളിൽ കിടക്കുന്നത് അയാൾ കണ്ടു. അവളുടെ ചുണ്ടിൽ ഒരു മന്ദഹാസം തങ്ങി നിന്നിരുന്നു. ആ സൗന്ദര്യത്തിൽ അയാൾ ആകൃഷ്ടനായി. താൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി ഇതാണെന്ന് അയാൾക്ക് തോന്നി. അത്രയും സൗന്ദര്യമുള്ളവൾ തീർച്ചയായും എൻ്റെ വധുവാകേണ്ടവളാണ് അയാൾ കരുതി. അപ്പോഴാണ് കുള്ളന്മാർ തങ്ങളുടെ കൂട്ടുകാരിയെ കാണാൻ വരുന്നത്.
അവളുടെ കൈകളിൽ അവൾക്ക് അർപ്പിക്കാനുള്ള പൂക്കളുണ്ടായിരുന്നു. അവളുടെ പെട്ടി പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക അവരുടെ പതിവായിരുന്നു. രാജകുമാരൻ പെട്ടിക്കരികിൽ നിൽക്കുന്നത് കണ്ടവർ അത്ഭുതപ്പെട്ടു. ആ കണ്ണാടിപ്പെട്ടി തനിക്ക് നൽകണമെന്ന് രാജകുമാരൻ അപേക്ഷിച്ചു. കുന്നിലുള്ള സ്വർഗത്തിന് മുഴുവൻ പകരമായി പോലും ആ പെട്ടി ഉപേക്ഷിക്കാൻ അവർ തയ്യാറായില്ല. ഒടുവിൽ രാജകുമാരന്റെ സ്നേഹം കണ്ടപ്പോൾ ആ പെട്ടി കൊട്ടാരത്തിലെ ഒരു മുറിയിൽ കൊണ്ടുപോയി വയ്ക്കാൻ അവർ അനുമതി നൽകി. എപ്പോൾ വേണമെങ്കിലും അവർക്ക് ചെന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട സ്നോ വൈറ്റിനെ കാണാമെന്ന് കുമാരൻ ഉറപ്പും നൽകി. കണ്ണാടിപ്പെട്ടി കുന്നിൻ താഴേക്ക് എടുത്തോണ്ട് പോകുവാൻ കുള്ളന്മാർ രാജകുമാരനെ സഹായിച്ചു. അവർ അതുമായി തട്ടിയും തടഞ്ഞും നടന്നപ്പോൾ പെട്ടി മുമ്പിലേക്ക് ഒന്ന് ചരിഞ്ഞു. അപ്പോൾ സ്നോ വൈറ്റിന്റെ വായിലിരുന്ന ആപ്പിൾ തുണ്ട് താഴേക്ക് വീണു. അവൾ കൈകൾ വലിച്ചു നീട്ടി കണ്ണാടിപ്പെട്ടിയുടെ മൂടി മുകളിലേക്ക് തള്ളി. അവൾ കുള്ളന്മാരെ നോക്കി ചിരിച്ചു. ആപ്പിൾ തന്ന സ്ത്രീയെപ്പറ്റി അവൾ അവരോട് പറഞ്ഞു. കുള്ളന്മാർ പരിഭവിച്ചു. എല്ലാ അപരിചിതരെപ്പറ്റിയും ഞങ്ങൾ മുന്നറിയിപ്പ് തന്നതാണ്. അതെല്ലാം മറന്ന് നീ ആപ്പിൾ തിന്നു. ഞങ്ങൾക്ക് നിന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. നിന്നെ നഷ്ടപ്പെട്ടത് മൂലം ഞങ്ങൾ വളരെ ദുഃഖത്തിലായിരുന്നു. സുന്ദരനായ രാജകുമാരന് നന്ദി. അദ്ദേഹമാണ് നിന്നെ രക്ഷിച്ചത്. ഉടനെ അവൾ രാജകുമാരനെ കണ്ടു. കണ്ണാടിപ്പെട്ടിക്കുള്ളിൽ കിടക്കുമ്പോൾ താൻ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത് ഈ രാജകുമാരനെ തന്നെയായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതോടെ കുള്ളന്മാരുടെ സന്തോഷത്തിന് അതിരില്ലാതായി. രാജകുമാരനാകട്ടെ അവളോട് അതിരറ്റ സ്നേഹം തോന്നി. അവളെ തനിക്ക് വിവാഹം കഴിക്കാനാവുമോ എന്ന് അയാൾ കുള്ളന്മാരോട് ചോദിച്ചു. അവർ സമ്മതിച്ചു. രാജകുമാരൻ അവളെ കോരിയെടുത്ത് കുതിരപ്പുറത്തിരുത്തി താഴേക്ക് ഓടിച്ചുപോയി. തീർച്ചയായും മാസത്തിൽ ഒരു തവണയെങ്കിലും താൻ അവരെ സന്ദർശിക്കുമെന്ന് സ്നോ വൈറ്റ് കുള്ളന്മാർക്ക് വാക്ക് നൽകി. കുള്ളന്മാർ ഓരോരുത്തരായി അവരെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞു. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ കുടുകുട ഒഴുകുന്നുണ്ടായിരുന്നു. കൊട്ടാരത്തിലെത്തിയ രാജകുമാരനും സ്നോ വൈറ്റും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിവാഹത്തിന് ക്ഷണിക്കാൻ തീരുമാനിച്ചു. അവർ രണ്ടുപേരും ചേർന്ന് ക്ഷണക്കത്തയച്ചു. ദുഷ്ടയായ രാജ്ഞി രാജകീയ വിവാഹത്തെപ്പറ്റി കേട്ടു. വധു എൻ്റെ അത്രയും സുന്ദരിയായിരിക്കില്ലെന്ന് അവർ കരുതുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ മാന്ത്രിക കണ്ണാടിയോട് വിവരം തിരക്കുന്നതിനായി മുറിയിലേക്ക് പോയി. കണ്ണാടി, നിലക്കണ്ണാടി, കണ്ണാടി, മുഖക്കണ്ണാടി, ചുവരിൽ തൂങ്ങും കണ്ണാടി, എന്നോട് ചൊല്ലു, വേഗം ചൊല്ലു, ഈ രാജ്യത്തെ സുന്ദര നാരി ആരാരെന്ന് ചൊല്ലുക നീ. കണ്ണാടി മറുപടി നൽകി. എന്നോട് റാണി, സൗന്ദര്യ റാണി, ഞാനതൊന്ന് പറഞ്ഞോട്ടെ. എന്നെന്നും ഞാൻ സത്യം ചൊല്ലും, കള്ളമൊരിക്കലും പറയില്ല. ഏതാനെന്നാൽ മുൻപ് വരെ ഏറ്റവും സുന്ദരി അവിടുന്നാണ്. എന്നാൽ ഇപ്പോൾ സ്നോ വൈറ്റ് എത്രേ അവിടുത്തേക്കാൾ മനോഹരി. കണ്ണാടിയുടെ മറുപടി കേൾക്കെ രാജ്ഞിക്ക് അതിയായ കോപം വന്നു. അവർ ആ കണ്ണാടി എറിഞ്ഞുടച്ചു. അത് ആയിരക്കണക്കിന് നുറുങ്ങുകളായി പൊട്ടിത്തകർന്നു. ഒരെണ്ണം അവരുടെ നെഞ്ചിലേക്ക് തറച്ചു കയറി. ബോധശൂന്യയായ അവർ ആ കണ്ണാടി തുണ്ടുകൾക്കിടയിലേക്ക് മറിഞ്ഞു വീണു. രാജ്യത്തുള്ള പ്രഗത്ഭരായ എല്ലാ വൈദ്യന്മാരെയും വിളിച്ചു വരുത്തി. അവർ റാണിയെ ശുശ്രൂഷിച്ചു. അങ്ങനെ റാണി അപകടനില തരണം ചെയ്തു. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ സ്നോ വൈറ്റിന്റെ പിതാവ് രാജ്യത്തുണ്ടായിരുന്നില്ല. ഒടുവിൽ അദ്ദേഹം മടങ്ങി വന്ന് തൻ്റെ മകളെപ്പറ്റി തിരക്കിയപ്പോൾ രാജ്ഞി അവളൊരു കൂട്ടുകാരിയെ കാണാൻ പോയിരിക്കുന്നുവെന്ന് കള്ളം പറഞ്ഞു. എന്നാൽ നായാട്ടുകാരൻ രാജാവിനെ കണ്ട് സകലതും തുറന്നു പറഞ്ഞു. രാജാവ് രാജ്ഞിയോട് രോഷാകുലനായി. അവർ കാല് പിടിച്ചുവെങ്കിലും രാജാവ് അവരെ നാടുകടത്തി. സ്നോ വൈറ്റിൻ്റെയും രാജകുമാരൻ്റെയും വിവാഹം ആർഭാടമായി തന്നെ നടന്നു. തൂവെള്ള പട്ടുടയാടയിൽ പുഞ്ചിരി തൂകി നിൽക്കുന്ന തങ്ങളുടെ സ്നോ വൈറ്റിനെ കണ്ട് കുള്ളന്മാർ ഏറെ സന്തോഷിച്ചു. സ്നോ വൈറ്റിൻ്റെ അച്ഛനെയും വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. വിവാഹ വസ്ത്രങ്ങൾ അണിഞ്ഞ് തൻ്റെ പുത്രിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് അതിയായ സന്തോഷമുണ്ടായി. സ്നോ വൈറ്റിൻ്റെ സന്തോഷത്തിനാകട്ടെ അതിലുണ്ടായിരുന്നില്ല. രാജാവ് തൻ്റെ മകളെ സ്നേഹപൂർവ്വം വാരിപ്പുണർന്ന് ആശീർവദിച്ചു. മറ്റതിഥികളും വധൂവരന്മാരെ ആശീർവദിച്ചു. വിവാഹത്തിന് ശേഷം ഗംഭീരമായ വിരുന്ന് സൽക്കാരവും ഉണ്ടായിരുന്നു. സ്നോ വൈറ്റും രാജകുമാരനും സന്തോഷത്തോടെ ഏറെ നാൾ സുഖമായി ജീവിച്ചു.